എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിനെ ജ്യേഷ്ഠ എന്നും പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുതിർന്നവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏറ്റവും മുതിർന്നവൾ എന്നാണ് അർത്ഥം. ചിഹ്നം രക്ഷാ കങ്കണമാണ്, അല്ലെന്ന് വെച്ചാൽ അത് കയ്യിൽ അണിയുന്ന രക്ഷാ കവചം എന്നാണ് അതിൻ്റെ അർത്ഥം. കുന്തം പോലെ 3 നക്ഷത്രങ്ങൾ കാണപ്പെടുന്നതാണ് തൃക്കേട്ട. ശ്രീകൃഷ്ണ ഭഗവാൻ ഇഷ്ടദൈവം. തൃക്കേട്ടയും ബുധനാഴ്ചയും വരുന്ന ദിവസം തീർച്ചയായും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെയും ശ്രീ ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് ചൊവ്വാപ്രീതി കൂടി നേടുക നല്ലതായിരിക്കും. ശ്രീ പഴനി ആണ്ടവൻ കോവിലിൽ ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. അവിടെ ചൊവ്വയുടെ അനുഗ്രഹം കൂടിയുള്ളൊരു ക്ഷേത്രമാണ്. തൃക്കേട്ട നക്ഷത്രം പൂർണ്ണമായും വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. തൃക്കേട്ടക്കാർ ജനിക്കുന്നത് ബുധദശയിലാണ്. ദേവത അതായത് നക്ഷത്രത്തിൻ്റെ നാഥൻ ബുധനാണ്. ദേവത ഇന്ദ്രനാണ്. ഗണം അസുരഗണം. യോനി പുരുഷയോനി. ഭൂതം വായു. മൃഗം കേഴമാൻ എന്ന് പറയുന്ന മാനാണ്. പക്ഷി കോഴി. വൃക്ഷം വെട്ടി എന്ന് പറയുന്ന വൃക്ഷമാണ്. അക്ഷരം എ, മന്ത്രാക്ഷരം വ ആണ്. റജു പ്രഥമ റജു. വേദനക്ഷത്രം അശ്വതി. അനുജന്മ നക്ഷത്രം രേവതി. ത്രിജന്മ നക്ഷത്രം ആയില്യം. ജാതി പ്രതിലോമ. ഗോത്രം അത്രി. നാഡി ദക്ഷിണപാർശ്വനാഡി. അഷ്ടദിക് ദേവത കൗമാരി. ഈശ്വരൻ ബുധനാണ്. ഇനി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നതിനാൽ വളരെ സ്നേഹിതന്മാരോടുകൂടിയവരും വ്രതാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരും ആയിരിക്കും. സാഹിത്യവാസനയുള്ളവരും ധർമ്മിഷ്ഠരുമാകും. സാധുജനങ്ങളെ സഹായിക്കുന്നവരും ആകും. വളരെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പൂജ്യനായി വരും. ഇവർക്ക് ബന്ധുബലം കുറഞ്ഞിരിക്കും. ഇവർ അധ്വാനശീലരാകും. ഫലിതം ഇവർ പറയുകയും ഫലിതരൂപത്തിൽ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമായി ഫലിതരൂപത്തിൽ തന്നെ മറുപടി പറയുകയും ചെയ്യുന്നവരായിരിക്കും. സമ്പാദ്യശീലം ഇവർക്കില്ല, പക്ഷേ സുഖകരമായ ജീവിതം ഇവർ നയിക്കും. എപ്പോഴും ഇവർ കർമ്മനിഷ്ഠരായിരിക്കും. അറിവിൻ്റെ കാര്യത്തിൽ ഇവർ മുമ്പിലായിരിക്കും. പല സംഗതികളും പെരുപ്പിച്ച് പറയുക എന്നുള്ളത് ഇവരുടെ ഒരു ശീലമാകാം. കോപം ഇവർക്ക് കൂടുതലാകാം. ഇവരിൽ ചിലർ ഉയർന്ന നിലയിലെത്തിയ ശേഷം വേഗം പിന്നോക്കം പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. 2 വിവാഹം കഴിക്കാനുള്ള സാധ്യത ഇതിൽ ചില സമയങ്ങളിൽ ജനിച്ചവർക്ക് കാണുന്നു. അല്ലെങ്കിൽ വിവാഹം പോലെ മറ്റ് ബന്ധങ്ങളുണ്ടായാലും മതി. ചിലർ തൃക്കേട്ട നക്ഷത്രക്കാർ ഭർത്താവിൻ്റെ അനുജന് ദോഷമാകുന്നു. അതായത് എല്ലാ തൃക്കേട്ടയല്ല, ചില സമയങ്ങളിൽ ജനിച്ചവർ അങ്ങനെ ദോഷമാകുന്നു എന്ന്. ഇനി കേട്ട നക്ഷത്രത്തിൻ്റെ അവസാന 15 നാഴികയും മൂലനക്ഷത്രത്തിൻ്റെ ആദ്യ 15 നാഴികയും ചേരുന്ന ആ 30 നാഴിക സമയത്തിൽ ജനിച്ചാൽ ഗന്ധാന്ത ദോഷമുണ്ട്. അതുപോലെ തന്നെ കേട്ട നക്ഷത്രത്തിൻ്റെ അവസാന 3.25 നാഴികയും മൂലനക്ഷത്രത്തിൻ്റെ ആദ്യ 3.25 നാഴികയും ജനിച്ച് ആ ഒരു ടോട്ടലായിട്ട് എടുക്കുമ്പോൾ 7.5 നാഴിക സമയത്തിനുള്ളിൽ ജനിച്ചാൽ അധിക ദോഷമുണ്ട്. അത്ര ഗന്ധാന്ത ദോഷം അധികമുണ്ട്. ഇതിനെ അഭ്യുത്തസന്ധി എന്നാണ് പറയുന്നത്. കേട്ട നക്ഷത്രക്കാരുടെ തൊഴിലെന്ന് പറഞ്ഞത് ഏതു കാര്യത്തിലും മുമ്പിൽ നിന്ന് നയിക്കാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. നയിച്ചു പോകുന്ന കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. കൂടിയുള്ളവരുടെയും മറ്റ് ടീം അംഗങ്ങളുടെയും ഒക്കെ ജോലി എങ്ങനെ ചെയ്യിക്കണമെന്ന് ഇവർക്കറിയാം. അത് പൂർത്തിയാക്കാനും അവർക്കറിയാം. ആശയവിനിമയ ജോലി ഇവർക്ക് വളരെ ചേരുന്നതാകുന്നു. റേഡിയോ കമാൻഡേറ്റർ, ടെലിവിഷൻ അവതാരകൻ, ടോക്ക് ഷോ അഡ്മിനിസ്ട്രേറ്റർ, രാഷ്ട്രീയക്കാരൻ, ബ്യൂറോക്രാറ്റ്, ഗവേഷകൻ, ഈ ജോലികൾ ഇവർക്ക് വളരെയധികം ചേരുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നങ്ങളെന്ന് പറയുന്നത് പറയാം. നക്ഷത്രനാഥൻ ബുധനായതിനാൽ മരതകമെന്ന രത്നമാണ് ഉത്തമം. മരതകത്തിനെ എമറാൾഡ് എന്ന് വിളിക്കുന്നു. പച്ച നിറമാണ് ഈ രത്നത്തിന്. പെരിഡോട്ട്, അക്വാമറൈൻ, ഗ്രീൻ ഓനിക്സ്, ജോയ്ഡ് എന്നീ ഉപരത്നങ്ങളും ധരിക്കാം. 1.5 കാരറ്റെങ്കിലും അളവുള്ള രത്നം വേണം ധരിക്കാൻ. മോതിരത്തിൽ ഘടിപ്പിച്ച് പൂജിച്ച് ശുദ്ധി വരുത്തി ബുധനാഴ്ച സൂര്യോദയം കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂറിന് മുമ്പ്, സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂറിന് മുമ്പുള്ള ബുധഹോരയിൽ വലതു കൈയിലെ ചെറുവിരലിൽ ഈ മോതിരം ധരിച്ചു തുടങ്ങാം. രത്നം ധരിക്കുന്നതിന് മുമ്പ് ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ഭാഗ്യവർണ്ണങ്ങളെന്ന് പറഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറങ്ങൾ ചുവപ്പും ഓറഞ്ചുമാണ്. ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ, മീറ്റിങ്ങുകൾ, മറ്റു പ്രത്യേക ആവശ്യത്തിനും മറ്റുള്ള കാര്യസാധ്യത്തിനും ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം കൂടുതൽ ചെയ്യുന്നതാണ്. ഇനി രുദ്രാക്ഷം ധരിക്കുന്നതിനെ കുറിച്ചാണ്. 5 മുഖ രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം. അതല്ലെങ്കിൽ ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള നക്ഷത്രവും ധരിക്കാവുന്നതാണ്. ഇത് നൂലിൽ കോർത്തോ വെള്ളി സ്വർണ്ണമുഖയിൽ കെട്ടിയോ ഇത് ധരിക്കാം. സൂര്യദശയാണെങ്കിൽ 1 മുഖം, ചന്ദ്രദശ 2 മുഖം, കുജദശ 3 മുഖം, ബുധദശ 4 മുഖം, ഗുരുദശ 5 മുഖം, ശുക്രദശ 6 മുഖം, ശനിദശ 7 മുഖം, രാഹുർ ദശ 8 മുഖം, കേതുർ ദശ 9 മുഖം.
എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനമാണ് ആവശ്യമെങ്കിൽ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. ഇനി 11 മുഖത്തിൽ മുകളിലോട്ടുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് പ്രത്യേക കാര്യസാധ്യത്തിനാകുന്നു. പിന്നെ ഗൗരി, ശങ്കരൻ, ഗർഭജ്യോതി, ത്രിചൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങൾ ധരിച്ചു തുടങ്ങാം. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പുതുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചത്. ഈ സസ്യത്തിൻ്റെ കുരുക്കളാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി അണിയാതെ ഭസ്മം ധരിക്കണം, ശിവഭക്തരാവണം. അവർ മരിച്ചു കഴിഞ്ഞാൽ ശിവലോകത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷമായതും പൂജാപരമായതും വാസ്തുപരമായതും രത്നധാരണത്തിനും രുദ്രാക്ഷധാരണത്തിനും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.